സ്കൂൾ തുറക്കാൻ വെറും 3 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ ഔട്ട്ഡോർ പോയിട്ട് എക്സസൈസ് ചെയ്യാമെന്ന് കരുതി. കാരണം വീട്ടിൽ എനിക്ക് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓൺലൈൻ ട്രെയിനിങ് എടുക്കുമ്പം നല്ല രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഫിറ്റ്നസിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ നിന്നെങ്കിലും ഓടി വരും. അവർ പറയും എക്സസൈസ് ചെയ്യേണ്ടതാണ്. രാത്രിയിൽ ഉറക്കമൊഴിക്കൽ കഴിഞ്ഞ് കാലത്ത് ബോധം കെട്ട് ഉറങ്ങുന്നതാണ് ഈ കാണുന്നത്. ഇവരെല്ലാം വിളിച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും എനിക്ക് എക്സസൈസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ആ ഒരു റിസ്ക് എടുത്തതാണ്. തൊട്ടടുത്ത് വൈറ്റ്ലയിൽ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട്. ഇവിടെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം, അത്യാവശ്യം എന്തെങ്കിലും എക്സസൈസുകൾ എനിക്ക് ചെയ്യാനും പറ്റും. കുഞ്ഞു വർക്കൗട്ട് വീട് ചെയ്യണ്ട നാളെ സൺഡേ ഒന്നുമില്ല, എല്ലാ ദിവസവും വരാം. ഇനി സ്കൂൾ തുറക്കണവരെ എല്ലാ ദിവസവും വരാം. എൻ്റെ കുഞ്ഞു നാളെ വർക്കൗട്ട് വീട് ചെയ്യില്ലേ? മാത്രമല്ല പേജിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് എക്സസൈസ് വീഡിയോസുകൾ എടുക്കാമെന്നും കരുതിയിരുന്നു. ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് കടന്നുപോയി. രണ്ടാമത്തെ ദിവസം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയമാണ് രാവിലെ, അവർ ഉറക്കം തുടങ്ങുന്ന സമയമാണ് രാവിലെ. ആ സമയത്ത് വിളിച്ചെണീപ്പിച്ചവർക്ക് ഇഷ്ടമായില്ല. പക്ഷേ അവർ പാർക്കിൽ വന്ന ശേഷം വളരെയധികം ഹാപ്പിയായി. വെക്കേഷൻ അല്ലേ, എന്തായാലും കുറച്ച് വർക്കൗട്ട്സൊക്കെ ചെയ്ത് വീട്ടിൽ പോയി അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാമെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഇതിന് മുതിർന്നത്. പിന്നെ മാത്രമല്ല ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാം. ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ. ലൈഫ് സ്റ്റൈലും ജോലിയുടെ സ്ട്രെസ്സും ടെൻഷനൊക്കെ കാരണം പുള്ളിക്കും യാതൊരു തരത്തിലുള്ള വർക്കൗട്ടൊന്നും ഇല്ല. അപ്പം എല്ലാവരെയും ഒന്ന് ആക്റ്റീവ് ആക്കാം. ഞാൻ എപ്പോഴും ഓൺലൈൻ ട്രെയിനിങ് എടുക്കുമ്പം ആൾക്കാർക്ക് കൊടുക്കുന്നൊരു വിഷനാണ്, ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ കൈകളിലാണ്. കാരണം ഭക്ഷണമാണെങ്കിലും വ്യായാമത്തിനാണെങ്കിലും നമുക്ക് കുട്ടികളെ ആണെന്നുണ്ടെങ്കിലും കുടുംബത്തെ മൊത്തമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെ എല്ലാവരോടും പറയാറുണ്ട്. ഞാനിത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, പ്രാവർത്തികമാക്കണമല്ലോ. അപ്പം കുട്ടികളെയൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യാൻ ആക്റ്റീവ് ആക്കാം, 2 മാസം വരെ ഫിറ്റ്നസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാം എന്നാണ് കരുതിയത്. കുഞ്ഞുങ്ങൾ വളരെയധികം ആക്റ്റീവാണ്. എൻ്റെ മക്കൾ, അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് വീഡിയോസും ഹസ്ബൻഡും മോനും ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസൊക്കെ പേജിലോട്ട് പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സംഭവം പണിപാടി. കാരണം ഞാൻ സ്കൂൾ വെക്കേഷന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിരുന്നു 2 മാസം വെക്കേഷൻ എന്തായാലും കൃത്യമായിട്ട് ഔട്ട്ഡോർ ഒന്ന് എക്സസൈസ് ചെയ്യണം. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റും, ഹെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം, ഒരു 6-7 കിലോ എങ്കിലും കുറയ്ക്കണം എന്നുള്ളതൊക്കെ വിചാരിച്ചിരുന്നു. ഇവിടെ ആകുമ്പം ഹസ്ബൻഡോ മോനോ ഒക്കെ കുഞ്ഞുങ്ങളെ നോക്കും, കുഞ്ഞുങ്ങളിങ്ങനെ കളിക്കും, എനിക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 1 മാസം ഫുൾ അസൈൻമെൻറ്റ് എഴുത്തിൽ പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവും പകലും എഴുത്തായിരുന്നു പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ സ്കൂൾ തുറക്കാൻ വെറും 3 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ആക്ടിവിറ്റി ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് വന്നു. 4ാമത്തെ ദിവസം മുതൽ മഴ സ്റ്റാർട്ട് ചെയ്തു. മഴ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മണലുള്ള ഭാഗത്തെല്ലാം ഭയങ്കരധികം ചെളിയാണ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് അവിടെ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ചെളിയും വെള്ളമൊക്കെ കാരണം അവിടെ വരാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഇങ്ങനെയൊരു റിസ്ക് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് 2025 ആകുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് എന്തായാലും അത്യാവശ്യം ഫിറ്റ്നസ് ഗോളും ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 3 വർഷമായിട്ടും ഞാൻ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ പതിയെ എൻ്റെ ലെവലൊന്നും ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിറ്റ്നസ് ലെവലും ഫിറ്റ്നസ് ഗോൾസും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക തന്നെ വേണം. പിന്നെ ഓൺലൈൻ ട്രെയിനിങ് എടുക്കുമ്പോഴുള്ള എൻ്റെ അവസ്ഥകൾ പലർക്കും അറിയാം. ഞാൻ വീഡിയോ വഴി അത് ഞാൻ വിസിബിൾ ആക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇവരിങ്ങനെ അടുത്ത് വന്ന് നമ്മളെ വർക്കൗട്ട് ചെയ്യാനും ഒന്നിനും സമ്മതിക്കില്ല. പിന്നെ ഇവരെടുത്തിട്ടും ഇവരെ ഫീഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെനിക്കൊരു കംപ്ലീറ്റ് വർക്കൗട്ടോ കാര്യങ്ങളോ അല്ല. പിന്നെ വീഡിയോയും പ്രോപ്പറായിട്ട് ഉദ്ദേശിച്ച പോലെ ഒന്നും ആ 3 ദിവസം എടുക്കാൻ പറ്റില്ല. എടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ രാത്രിയിൽ ഉറക്കം ഒഴിക്കുന്ന ആളാണ്. അതായത് കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങാറില്ല എന്നുള്ളത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഉറക്കം ഒഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, പീരീഡ് സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് വെയിറ്റ് ഗെയിനും കാരണമാണ്. മാത്രമല്ല ഇപ്പം പഠിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഹെൽത്തിന് എന്നെ വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
ടീൻ ഡെലിവറി കഴിഞ്ഞപ്പോഴും എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഞാൻ കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പല പോസ്റ്റിലും വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതായത് ടീൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഹെർണിയ, അബ്ഡോമിനൽ സെപ്പറേഷൻ, അതേപോലെ സ്പൈനൽ ഹെഡേക്ക്, പിന്നെ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഇവർ ഡെലിവറി കഴിഞ്ഞ ആ സമയം മുതൽ ഞാൻ നേരിടുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ 6 മാസം ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ഞാൻ 3 മാസമേ എടുത്തുള്ളൂ. പിന്നെ ഞാൻ എക്സസൈസ് വഴി കുറേ പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് വന്നിരുന്നു. ഈ കുഞ്ചക്കന്മാർ വന്നതോടുകൂടിയിട്ട് എൻ്റെ ജീവിതവും ആരോഗ്യവും എല്ലാം എന്താ പറയുക, തല കീഴ്മേൽ മറിഞ്ഞു, അങ്ങനെ എന്തോ പറയില്ലേ, മൊത്തത്തിൽ തലകിഴുക്കാമ്പാടായി. അത് തന്നെ, അങ്ങനെ ആയി. എന്തായാലും ഇനി ഒരു വർഷത്തിനുള്ളിൽ ഞാൻ തിരിച്ച് കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെയാണ് ഞാൻ എല്ലാ വർഷവും പറയുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല, പ്രത്യേകിച്ച് ടിൻ ബേബീസ് ആയതുകൊണ്ട്. എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് 1.5 വർഷമായപ്പോൾ ഞാൻ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നേടിയതാണ്. എന്നാൽ ഇപ്പോൾ 3ാമത്തെ ടിൻ ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ 3 വർഷമായിട്ടും വലിയ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഏകദേശം 24 കിലോ കുറച്ചിരുന്നു. പക്ഷേ പാലക്കാട് നിന്നും എറണാകുളത്തേക്ക് വന്ന ശേഷമുള്ള സ്ട്രെസ്സ്, ടെൻഷൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, കണ്ടിന്യൂസ് ഉറക്കം ഒഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസും പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വീണ്ടും ഒരു 10 kg എക്സസ് ആയിട്ടുണ്ട്. ഇനി ഒരു 15 kg കുറയ്ക്കണം എനിക്ക് ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യാനായിട്ട്. എന്തെന്നാലും എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ആ ഗോൾ അച്ചീവ് ചെയ്യാതിരിക്കില്ല, ഞാൻ ആ ഗോൾ റീച്ച് ചെയ്യാതിരിക്കില്ല. അതും നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നിലവിലുള്ള എല്ലാ ഹെൽത്ത് ഇഷ്യൂസിനെയും എല്ലാ പ്രശ്നങ്ങളെയും കവർ ചെയ്ത് പഴയതുപോലെ നല്ലൊരു സ്ട്രക്ചറും അതേപോലെ ആ പഴയ ഹെൽത്തും വീണ്ടെടുക്കാൻ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ല ആരോഗ്യം എളുപ്പ വഴിയിലൂടെ നേടേണ്ട ഒന്നേ അല്ല.